വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാരദാമ്മയാണെങ്കിൽ ഒരു വിധത്തിൽ കാര്യമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് സത്യം എങ്ങോട്ടും മടിയിൽ കിടത്തി ഉറക്കുന്നുണ്ട്. അന്നേരം ശാലിനി റൂമിലേക്ക് വരികയാണ്. എന്നിട്ട് ഈ കുട്ടിയുടെ അടിയാണെങ്കിൽ കൊണ്ട ആ കയ്യിൽ ഇങ്ങനെ തലോടുന്നുണ്ട്. അന്നേരം നന്നായിട്ട് വേദനിച്ച് കാണും, അതാണ് ഈ കൊണ്ട പാട് എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം ദേഷ്യം വന്നപ്പോൾ എനിക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നിങ്ങനെ ശാലിനി പറയുമ്പോഴും അവൾ ചോദിച്ചത് വേറെ ആരെയല്ലല്ലോ, അവളുടെ അച്ഛനെയല്ലേ, അത് അവളുടെ അവകാശമാണ്. ഇപ്പോഴാണെങ്കിൽ അവളെ വടിയെടുത്ത് തല്ലിയോ പേടിപ്പിച്ചോ ഒക്കെ നിർത്താം, പക്ഷേ പിന്നീട് അവൾ ചോദിക്കുന്ന കാലം വരും, തല്ലാൻ പറ്റാത്ത ആ ഒരു പ്രായം വരും. എന്നായാലും സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞേ പറ്റൂ, ചോദിക്കേണ്ടവർ ചോദിക്കുമ്പോൾ പറഞ്ഞേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം അവളെ വിഡ്ഢിവേഷം കെട്ടി പറ്റിക്കാനായിട്ട് എനിക്കിനിയും വയ്യ എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. തുടർന്നാണെങ്കിൽ കുട്ടിയെ അങ്ങോട്ട് കട്ടിലേക്ക് കിടത്തിയിട്ട് ശാലിനി ആശ്വസിപ്പിക്കുക ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ട് ശാലിനി ഇത് എത്ര കാലം ഇങ്ങനെ പോകുമെന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ ശാലിനി കുട്ടിയുടെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ മോള് വളർന്നു അല്ലേ അമ്മേ, അവൾ പ്രതികരിച്ച് തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് ശാരദാമ്മയോട്. എന്നിട്ട് മോളെ അറിയാതെ തല്ലിപ്പോയതാണ്, ഈ അമ്മയോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിയുടെ കൈ ഇങ്ങനെ ശാലിനി തൻ്റെ കൈക്കുള്ളിലാക്കിയിട്ട് ഒരു മാപ്പ് കുറച്ചിലെന്ന പോലെ അവിടെ ഇങ്ങനെ മുട്ടുകുത്തി ഇരിക്കുന്നുണ്ട്. തറയിൽ ഇരുന്നുകൊണ്ട് കുട്ടി ഇങ്ങനെ കട്ടിലിൽ കിടക്കുകയാണ്. അന്നേരം ആകെ വിഷമിച്ച് ശാരദാമ്മ ഇരിക്കുന്നുണ്ട്. പക്ഷെ സത്യം നല്ല ഉറക്കത്തിലാണ്. തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ശ്യാമയാണെങ്കിൽ ആ ലെറ്റർ വെച്ച സ്ഥലത്ത് ഹാളിൽ അവിടെയൊക്കെ ബുദ്ധൻ്റെ പ്രതിമയുടെ അടിയിലും ടീപ്പോയുടെ അടിയിലും സെറ്റിയുടെ അടിയിലും ഒക്കെ മാത്യു ഒക്കെ പൊക്കി നോക്കുന്നുണ്ട് ലെറ്റർ എവിടെയെങ്ങാനും ഉണ്ടോ എന്നുള്ളത്. പക്ഷെ അവിടെ എങ്ങും കാണുന്നില്ല. അന്നേരം ഇനി ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിക്കാണുമോ എന്നൊക്കെ ഇങ്ങനെ വെപ്രാളത്തിൽ ശ്യാമ ഇരുന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ. അന്നേരമാണ് മോളിൽ നിന്ന് രോഹിത് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. രോഹിത് ഇങ്ങനെ ശ്യാമയെ ശ്രദ്ധിച്ചുകൊണ്ട് എന്താ ശ്യാമയെ തിരയുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒന്നുമില്ല എന്നും പറഞ്ഞ് പെട്ടെന്ന് ശ്യാമ അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ശ്യാമയുടെ ഒരു വെപ്രാളവും പരവേശവും. പക്ഷേ രോഹിത് ആകെ ഒരു ദേഷ്യഭാവത്തിൽ തന്നെയാണ്. അന്നേരം രോഹിത് നിൽക്കി ഞാൻ ചായ ഇട്ടുകൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ശ്യാമ അങ്ങ് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. തുടർന്നാണെങ്കിൽ പപ്പി മോള് സ്കൂളിലേക്ക് പോകാനായിട്ട് യൂണിഫോമൊക്കെ ഇട്ട് ബാഗൊക്കെ ആയിട്ട് ഒരുങ്ങി റെഡിയായി വരികയാണ്. അച്ഛ എന്ന് പറയുകയാണ്. അന്നേരം രോഹിത് ആദ്യം കുട്ടിയെ ശ്രദ്ധിക്കുന്നില്ല, കേട്ടിട്ടും ശ്രദ്ധിക്കുന്നില്ല. അന്നേരം അച്ഛ പോകാം എന്നിങ്ങനെ പറയുമ്പോൾ എവിടേക്ക് എന്ന് ചോദിക്കുകയാണ്. അന്നേരം സ്കൂളിലേക്ക് എന്ന് പറയുകയാണ്. അന്നേരം എനിക്ക് നല്ല സുഖമില്ല, നീ വേറെ ആരെങ്കിലും കൂട്ടിപ്പോ എന്നിങ്ങനെ ദേഷ്യത്തോടെയാണ് രോഹിത് സംസാരിക്കുന്നത്. അന്നേരം അതെന്താ അച്ഛനല്ലേ എന്നും എന്നെ കൊണ്ടാക്കാറ്, പിന്നെന്താ ഇപ്പോൾ എന്നിങ്ങനെ കുട്ടിയാണ് പിണക്കത്തോടെ ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് വയ്യെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നീ വേറെ ആരെങ്കിലും കൂട്ടിപ്പോകാനല്ലേ പറഞ്ഞതെന്നും പറഞ്ഞ് ഈ രോഹിത് അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇത് വെളിയുന്നത് മറത്തുനിന്ന് ഇങ്ങനെ കേട്ടുകൊണ്ട് അകത്തേക്ക് വരുമ്പോൾ എന്താടാ ഇത്, അവൾ കുട്ടിയല്ലേ, നീ എന്തിനാ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ രോഹിത് ആദ്യം ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ പിന്നീടും ഈ വിഷ്ണു ചോദിക്കുമ്പോൾ അവൾ കുട്ടിയല്ലേ എന്ന് ഒന്നുകൂടി പറയുമ്പോൾ വിഷ്ണുവിന് അത്രയ്ക്ക് സങ്കടമാണെങ്കിൽ വിഷ്ണു അങ്ങോട്ട് കൊണ്ടാക്ക് എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു ബ്രോ എന്ന് ഒഴിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് വിഷ്ണു എന്ന് വിളിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് രോഹിത് അങ്ങ് ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ എന്താ രോഹിത് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാതെ ദേഷ്യത്തോടു കൂടി രോഹിത് അങ്ങ് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അന്നേരം കുട്ടി ആകെ ഇങ്ങനെ പിണങ്ങി നിൽക്കുകയാണ്. അന്നേരം കുട്ടിയുടെ മുഖം കണ്ടിട്ട് വിഷ്ണു അങ്ങ് ചിരി വരുത്തുന്നുണ്ട്. അന്നേരം മോള് പപ്പി എൻ്റെ പൊന്നെന്താ പിണങ്ങി നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് ആരോടും പിണക്കമൊന്നുമില്ല എന്ന് പറഞ്ഞ് കുട്ടിയും തിരിച്ച് ദേഷ്യപ്പെടുകയാണ്. അന്നേരം സ്കൂളിൽ ഈ വിഷ്ണു അച്ഛൻ കൊണ്ടാക്കും, മുങ്ങി വന്നേന്ന് പറയുമ്പോൾ വേണ്ട എന്നെ ആരും കൊണ്ടാക്കണ്ട എന്ന് പറയുകയാണ്. അന്നേരം പൊന്നെന്നോട് പിണക്കമാണോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആ സെറ്റിയിലേക്ക് ഇരുന്നിട്ട് കുട്ടി ഇങ്ങനെ അടുത്തേക്ക് പിടിക്കുന്നുണ്ട്. പക്ഷേ എന്നെ ആരും സ്നേഹിക്കണ്ട, എന്നെ ആർക്കും ഇഷ്ടമല്ലല്ലോ എന്ന് പറഞ്ഞ് കുട്ടി അങ്ങോട്ട് മാറി പോവുകയാണ്. അന്നേരം വിഷ്ണുവിന് സംഭവം ആദ്യം മനസ്സിലാവുന്നില്ല. അന്നേരം പിന്നെ എൻ്റെ പൊന്നിനെ വിഷ്ണു അച്ഛനല്ലാതെ പിന്നെ ആരാണ് സ്നേഹിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ വിഷ്ണു അച്ഛൻ ആരോട് സ്നേഹമില്ല, എന്നോട് സ്നേഹമില്ല, പിന്നെ ചേച്ചിയമ്മയോട് സ്നേഹമില്ല, ആരോട് സ്നേഹമില്ല എന്ന് പറയുകയാണ്. അന്നേരം ഈ കുട്ടി അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും ഇങ്ങനെ പിടിച്ച് നിർത്തുന്നുണ്ട്. തുടർന്ന് പറയുന്നത് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ വിഷ്ണു അച്ഛൻ എൻ്റെ തലയെ കൈവച്ച് സത്യം ചെയ്യില്ലായിരുന്നോ, കുടിക്കില്ല എന്ന്, പിന്നെ വീണ്ടും കുടിച്ചിട്ട് വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരമാണ് വിഷ്ണുവിൻ്റെ കാര്യം ഒന്നുകൂടി വ്യക്തമാകുന്നത്. അന്നേരം വിഷ്ണു ആ സീൻ ആലോചിക്കുന്നുണ്ട്, സ്കൂളിൽ വെച്ച് പപ്പിയുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്തത്, ഇനി കുടിക്കില്ല എന്നുള്ളത്. അന്നേരം അത് മോളെ എന്നും പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് പിന്നെ ഉത്തരമില്ല നിൽക്കുകയാണ്. അന്നേരം ഞാൻ പറഞ്ഞില്ലേ എന്നെ ആരും സ്നേഹിക്കേണ്ട, എനിക്ക് എല്ലാവരോടും പിണക്കമാണ്, എനിക്കും പിണക്കമാണ്, എന്നോടും പിണക്കമാണ് എന്ന് പറഞ്ഞിട്ട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കുടിക്കില്ലായിരുന്നല്ലോ, അപ്പോൾ എൻ്റെ തല പൊട്ടി തെറിച്ചോട്ടെ അല്ലേ എന്ന് പറഞ്ഞിട്ട് അതിന് മുന്നേ വീണ്ടും വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ കുടിക്കില്ല, വീണ്ടും ഇങ്ങനത്തെ പപ്പിയുടെ തലയിൽ കൈവയ്ക്കാൻ വരുമ്പോൾ വേണ്ട, ഒരു സത്യവും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് എൻ്റെ തല അങ്ങോട്ട് പൊട്ടിത്തെറിച്ചോട്ടെ, വിഷ്ണു അച്ഛൻ എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണുവിന് മനസ്സിലെന്തോ എന്ന് തോന്നുകയാണ്. വിഷ്ണു പെട്ടെന്ന് ഈ കുട്ടി അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. വിഷ്ണുവിൻ്റെ മനസ്സിലത് കൊള്ളുന്നുണ്ട്, ഒരു അച്ഛൻ്റെ ഒരു വാത്സല്യം പോലെ അത് തോന്നുകയാണ് വിഷ്ണുവിന്. അന്നേരം പെട്ടെന്ന് അങ്ങ് കെട്ടിപ്പിടിക്കുമ്പോൾ വിഷ്ണുവിനും ആദ്യം അത് മനസ്സിലാകും. വിഷ്ണു പിന്നീട് ഒരു നിമിഷം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ പപ്പി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്.
തുടർന്ന് രോഹിത് ആണെങ്കിൽ നേരെ പോകുന്നത് സുസ്മിതയുടെ അടുത്തേക്കാണ് പോകുന്നത്. അന്നേരം എന്താ ഈ പാവങ്ങളുടെ കുടിലേക്കൊക്കെ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞ് സുസ്മിത വളരെ സന്തോഷത്തിൽ തന്നെ രോഹിതിനോട് സംസാരിക്കുകയാണ്. അന്നേരം ഞാൻ നിന്നിൽ നിന്നും കുറച്ച് രഹസ്യങ്ങൾ അറിയാനാണ് വന്നത്, പപ്പിയുടെ രഹസ്യം അറിയാനാണ് വന്നത്, പപ്പി എൻ്റെ മോളല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കറിയാമായിരുന്നു നീ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ഒരു ദിവസം വരും എന്നുള്ളത്. ഇത്തിരി വൈകിപ്പോയെങ്കിലും സാരമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിൻ്റെ വേദോപദേശം കേൾക്കാനൊന്നുമല്ല ഞാൻ വന്നത്, പപ്പി എൻ്റെ മോളല്ലേ പറയുന്നത്, രഹസ്യങ്ങളെല്ലാം നിനക്കറിയാം എന്നിങ്ങനെ പറയുമ്പോൾ അവളെ പ്രസവിച്ചത് ശ്യാമയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അല്ല എന്നിങ്ങനെ സുസ്മിത അങ്ങോട്ട് പറയുകയാണ്. അന്നേരം രോഹിത് ആദ്യം ഒന്ന് അന്തം വിടുന്നുണ്ട്. അന്നേരം പപ്പി നിൻ്റെ മകളല്ല, അവളെ പ്രസവിച്ചത് ശ്യാമയുമല്ല, നിൻ്റെ ഭാര്യ ശ്യാമയ്ക്ക് ഒരു കുട്ടിയെയും ഗർഭം ധരിക്കാനായിട്ട് സാധിക്കില്ല, അവളെ പ്രസവിച്ചത് ശാലിനിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത്തിന് ആകെ കലി കയറുന്നുണ്ട്. രോഹിത് പക്ഷെ കണ്ണടച്ച് പിടിച്ച ദേഷ്യം അതങ്ങോട്ട് കടിച്ചു പിടിക്കുകയാണ്. അപ്പോൾ ലെറ്റർ വായിച്ചിരിക്കുന്നത് ഇവിടെ രോഹിത് തന്നെയാണ്. മറ്റേ തെലുങ്ക് ഭാഷകളിലെ പോലെയല്ല ഇവിടെ മലയാളത്തിൽ കഥ പോകുന്നത്. അവിടെ സത്യഭാമയാണ് വായിച്ചതെങ്കിൽ ഇവിടെ കഥ വേറൊരു വഴിക്കാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ രോഹിത് തന്നെയാണ് ലെറ്റർ വായിച്ചിരിക്കുന്നത്. അന്നേരമാണെങ്കിൽ ബാക്കി രഹസ്യങ്ങൾ എന്താണ്, ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സുസ്മിതയോട് രോഹിത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം പറയുന്നുണ്ട്. പപ്പി നിന്നെ ചതിക്കുകയായിരുന്നു, നിൻ്റെ ഭാര്യ ശ്യാമ, പിന്നെ അവളുടെ ചേച്ചി ശാലിനി, പിന്നെ ഇവരുടെ എല്ലാം തലതൊട്ട അമ്മച്ചി ഉണ്ടല്ലോ ശാരദാമ്മ, ഇവർ 3 പേരും നിന്നെ നന്നായിട്ട് ചതിക്കുകയാണ് ചെയ്തത്. ഒരു രഹസ്യം അല്ലെങ്കിൽ നിനക്ക് സംശയമാണെങ്കിൽ നീ ഡോക്ടറോട് പോയി ചോദിക്കുന്നത് പറയുന്നുണ്ട്. ആ ഡോക്ടർ ശ്യാമ, ശാലിനി, ശാരദാമ്മ ഇവർ 4 പേരിൽ മാത്രമാണ് ആ രഹസ്യം ഒതുങ്ങിയത്. പരസ്യമാക്കാനായിട്ട് പെണ്ണുങ്ങൾ ഒറ്റ പെണ്ണ് മതി എന്ന് പറയുന്നവർക്ക് അപമാനമാണ് ഈ 4 പേരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രോഹിത്തിന് ആകെ അങ്ങ് ദേഷ്യവും സങ്കടവും ഒക്കെ രോഹിത് ആ കസേരയൊക്കെ ചവിട്ടി തെറിപ്പിക്കുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, പിന്നെ ഇതിനൊക്കെയുള്ള വേറൊരു രഹസ്യം കൂടി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നിന്നെ സത്യഭാമയാണെങ്കിൽ നിന്നെ മകനായിട്ട് ഒപ്പം കൂടെ ചേർത്ത് നിർത്തി നിനക്ക് ആ വീട്ടിൽ സത്യഭാമയുടെ വീട്ടിലൊരു സ്ഥാനമുണ്ട്. ഒരുപക്ഷെ വിഷ്ണുവിനേക്കാൾ ഉപരി മുൻപന്തിയിൽ നിനക്കൊരു സ്ഥാനമുണ്ട്. അതെന്തിനാണെന്നറിയാമോ? ആ ഒരു ചോദ്യത്തിലുള്ള ഉത്തരത്തിനുണ്ട് നിൻ്റെ അമ്മയുടെ മരണത്തിന് പിന്നിലെ ആ ഒരു രഹസ്യം എന്നിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ആകെ അന്തം വിടുന്നുണ്ട്. അന്നേരം രോഹിത് ഒരു നിമിഷം നിൻ്റെ അമ്മയെയും ചിലപ്പോൾ സത്യഭാമ തീർത്തതായിരിക്കാം, അതിനൊരു പ്രായശ്ചിത്തമായിട്ടായിരിക്കാം നിന്നെ ചിലപ്പോൾ ഒപ്പം കൂട്ടിയത്. കൊന്നാൽ പാപം തിന്നാ തീരുമെന്നാണല്ലോ, അത് തന്നെയാണ് ഈ സത്യഭാമ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിന്നെ മണ്ടനാക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ രോഹിത് ഒരു നിമിഷം ആലോചിക്കുന്നുണ്ട്. അന്ന് ആ സത്യഭാമയുടെ പിന്നെ വണ്ടിക്ക് മുന്നിൽ പിന്നെ പത്മാവതി ചെന്നതും പിന്നീട് ആ വണ്ടി തട്ടുന്നതും ഒക്കെ ഇങ്ങനെ രോഹിതിൻ്റെ മനസ്സിൽ കൂടി പോകുന്നുണ്ട്. അതിനെ ഹോസ്പിറ്റൽ വെച്ച് ഇങ്ങനെ മൃതദേഹം കണ്ടതും ഒക്കെ ഇങ്ങനെ ഓർമ്മിക്കുക. അതിനുശേഷം സത്യഭാമ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതും ഒക്കെ ഓർക്കുന്നുണ്ട്. അന്നേരം എല്ലാത്തിനോടും ഞാൻ കണക്ക് ചോദിക്കുക, എന്നെ ഇത്ര നാൾ മണ്ടനാക്കിയതിനെ എല്ലാത്തിനെയും തീർക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞു ആകെ ഒരു കലി കയറി ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അന്നേരമാണെങ്കിൽ സുസ്മിത പറയുകയാണ്, ഞങ്ങൾ ആണുങ്ങളെയാണ് കൂടെ കൂട്ടുന്നത്, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലണം, വെട്ടാൻ പറഞ്ഞാൽ വെട്ടണം, അങ്ങനെ നിനക്ക് സാധിക്കുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അങ്ങനെ കൂടെ നിൽക്കാനായിട്ട് നിനക്ക് പറ്റുമോ, നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് സമ്മതമാണ്, എന്നെ മണ്ടരാക്കിയവരെ ഇനി ഞാൻ മണ്ടനാവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, ഒരാണായിട്ട് തന്നെ എനിക്ക് ജീവിക്കണം, എൻ്റെ അമ്മയുടെ ആത്മാവിനെങ്കിലും എനിക്ക് ശാന്തി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു ആകെ ദേഷ്യത്തിൽ സുസ്മിതയുടെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞാൽ രോഹിത് അവിടെ അങ്ങോട്ട് സമ്മതിക്കുകയാണ്. എല്ലാവരും തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ളത്. അന്നേരം ഇത്രയുമൊക്കെ കേട്ടുകൊണ്ട് കൈയടിച്ചുകൊണ്ട് ചന്ദ്രബോസ് ആണെങ്കിലും മറുവശത്തുനിന്ന് ഈ ഒരു ഗോഡൗൺ പോലത്തെ ഒരു സ്ഥലമാണ് കാണിക്കുന്നത്, അതിനകത്തേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അന്നേരം കൊള്ളാടാ മോനെ, കൊള്ളാം, ശൗര്യം കുറച്ച് കൂടിയിട്ടുണ്ട്, വൈകി പോയിട്ടാണെങ്കിലും നീ ഞങ്ങളുടെ അടുത്തേക്ക് വന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞ് ചന്ദ്രബോസ് ആണെങ്കിൽ ആ കസേരയിൽ അങ്ങോട്ട് ഇരിക്കുകയാണ്. അന്നേരം സുസ്മിത പറഞ്ഞിട്ടുണ്ട്, വൈകി പോയെങ്കിൽ എന്താ പ്രതികാരം, ഇനി മണ്ടനാവാനായിട്ട് പിന്നെ രോഹിത് ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ താലി കെട്ടിയ ഭാര്യയാണെങ്കിൽ നല്ല രീതിക്ക് അങ്ങോട്ട് തേച്ചു. അവസാനം രക്ഷയ്ക്ക് വേണ്ടി വന്നതോ പടിയടച്ച് പിണ്ടം വെച്ചതും ചതിക്കപ്പെട്ടതുമായി സുസ്മിതയുടെ അടുത്ത് എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, നിന്നെ ഞങ്ങൾ കൂട്ടത്തിലൊക്കെ കൂട്ടുകയൊക്കെ ചെയ്യാം, പക്ഷേ അവസാനം നീ ഈ പകയും പ്രതികാരവും ഒക്കെ നിനക്ക് കഴിയുമ്പോൾ സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ള ദൈവത്തിനെന്ന് പറയില്ലേ, അതുപോലെ ആയിരിക്കണം. പിന്നീട് ഈ കൈകളിൽ കുറച്ച് രക്തക്കറ കൂടി പുരളണം എന്ന് നിനക്ക് തോന്നും, അതിനൊക്കെ തയ്യാറാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ തയ്യാറാണ്, എൻ്റെ മണ്ടരാക്കിയൊക്കെ ഞാൻ തീർക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട്, ആദ്യം ചെയ്യേണ്ടത് സത്യഭാമ എന്ന വൻമരത്തിൻ്റെ ചില്ലകൾ ഒടിക്കുകയാണ് വേണ്ടത്, അവരെ ജനമധ്യത്തിന് മുൻപിൽ മാനം കെടുത്തണം, ഒറ്റപ്പെടണം, എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുത്ത് അപമാനിക്കപ്പെടണം, ഇതൊക്കെ നിനക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ പറ്റും, എനിക്ക് പറ്റും എന്നൊക്കെ ഇങ്ങനെ രോഹിത് ഇങ്ങനെ ആകെ വാശിയോടുകൂടി പറയുന്നുണ്ട്.
അതിനുശേഷമാണെങ്കിൽ ചന്ദ്രബോസ് പറയുകയാണ്, ഞാൻ രഹസ്യമായിട്ട് അറിഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ സത്യഭാമയുടെ തലയ്ക്ക് മീതെ ഒരു വാളായിട്ട് വീഴാനുള്ളൊരു സംഭവം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അത് തനിയെ അങ്ങ് വീണോളും, നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് ആ ഉപേന്ദ്രൻ്റെ കാര്യമാണ് അവരവിടെ പറയുന്നതൊക്കെ. തുടർന്ന് എല്ലാം സമ്മതമാണെങ്കിൽ, നമ്മളോടൊപ്പം നിൽക്കാൻ സമ്മതമാണെങ്കിൽ വാക്ക് ഇങ്ങനെ കൈ കാണിക്കുകയാണ്. ചന്ദ്രബോസ് ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ രോഹിത് തൻ്റെ കൈ ചന്ദ്രബോസിൻ്റെ കയ്യിലേക്ക് വയ്ക്കുന്നുണ്ട്, ഒപ്പം സുസ്മിതയും വയ്ക്കുകയാണ്. അന്നേരം 3 പേരും കൂടി ഒറ്റക്കെട്ടായിട്ട് അവിടെ നിൽക്കുകയാണ്. സത്യഭാമയ്ക്കെതിരെ ആയിട്ട് തകർക്കാനായിട്ട് ഈ രോഹിത് ആണെങ്കിൽ ഇവരോടൊപ്പം കൂടുകയാണ്. എല്ലാവരും തന്നെ ചതിച്ചു എന്നുള്ള ഒരു പകയും വൈരാഗ്യവും ഒക്കെയാണ് ഈ രോഹിത്തിൻ്റെ മനസ്സിൽ തോന്നുന്നത്. ഇതേ സമയം അവിടെ ശ്യാമയാണെങ്കിൽ കളക്ടറേറ്റിൽ ശാലിനിയെ കാണാനായിട്ട് എത്തുന്നുണ്ട്. അന്നേരം ശ്യാമ ഇന്നങ്ങോട്ട് കരയുകയാണ്. അന്നേരം സംഭവങ്ങളൊക്കെ ശാലിനിയോട് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ശാലിനി അങ്ങോട്ട് ശ്യാമയെ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, ഇന്നലെ കാണിച്ച നീ ഒരു നിമിഷം കൊണ്ട് കാണിച്ച അബദ്ധത്തിന് എന്ത് ന്യായീകരണമാണ് നിനക്ക് പറയാനുള്ളത്? ഇന്നലെ എനിക്കൊന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല, ഇങ്ങനെ ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാനാണോ നമ്മളിതൊക്കെ കാട്ടിക്കൂട്ടിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ കുഞ്ഞേച്ചി വിഷ്ണുവേട്ടൻ മന്ദിപ്പിച്ച് വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ പിടി വിട്ടുപോയി, എനിക്ക് അങ്ങനെ ചെയ്യാനല്ലാതെ വേറൊന്നും തോന്നിയില്ല എന്ന് പറയുമ്പോൾ ശ്യാമ ചോദിക്കുന്നുണ്ട്, അപ്പോൾ എല്ലാം ഒരു നിമിഷം കൊണ്ട്, ശാലിനി ചോദിക്കുകയാണ്, ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാനാണോ നമ്മുടെ അമ്മ നമ്മളെ കഷ്ടപ്പെട്ട് ഇത്രയും വളർത്തിയത്, നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ ചോദിക്കുന്നുണ്ട്, എന്ത് സന്തോഷമാണ് കുഞ്ഞേച്ചി നമുക്കുള്ളത്? കുഞ്ഞേച്ചിക്ക് എന്തെങ്കിലും ഞാൻ കാരണം കുഞ്ഞേച്ചിയുടെ ജീവിതമല്ലേ തകരാ, വിഷ്ണുവേട്ടൻ്റെ ജീവിതം, അത് നിങ്ങൾ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? കുഞ്ഞേച്ചി ഇപ്പോഴും ആലോചിക്കുന്നില്ല, എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന? പണ്ട് കുഞ്ഞുനാളിലും അങ്ങനെ തന്നെയായിരുന്നു, എൻ്റെ നിർബന്ധം, എൻ്റെ വാശി, എൻ്റെ സന്തോഷം, അതിനുവേണ്ടി കുഞ്ഞേച്ചി എന്തും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. പക്ഷേ കുഞ്ഞേച്ചിയുടെ ജീവിതം അത് കുഞ്ഞേച്ചി നോക്കിയിട്ടുണ്ടോ? വിഷ്ണുവേട്ടൻ മദ്യപിച്ചിട്ട് വന്നിട്ട് നമ്മുടെ അമ്മയടക്കം എല്ലാവരെയും ചീത്ത പറഞ്ഞു, അപ്പോൾ പിന്നെ ഞാൻ പിന്നെ എന്താണ് വേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞിട്ട് ശ്യാമ നിന്നങ്ങ് കരയുകയാണ്. അന്നേരം ശാലിനിക്കാണെങ്കിൽ ഒരു ഉത്തരവുമില്ലാതെ നിൽക്കുന്നുണ്ട്. ഇത്രയുമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനിയാണ് ശ്യാമ പറയുന്നത്, ലെറ്റർ എഴുതി വെച്ച കാര്യം പറഞ്ഞില്ല എന്ന് തോന്നുന്നു, ഇനിയാണ് ശാലിനിയോട് പറയുന്നത് ഇങ്ങനെ ലെറ്റർ എഴുതി വെച്ചിട്ടാണ് പോയത് എന്നുള്ളതൊക്കെ. അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് ഈ രോഹിത് ആണെങ്കിൽ വീണ്ടും മദ്യപിച്ചിട്ടൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഈ കുഞ്ഞിനെടുത്ത് കിണറ്റിടുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതിന് ശ്യാമ കാണുന്ന സ്വപ്നമാണോ, ഇനി രോഹിത്തിനെ അതോ ദേഷ്യത്തോടെയും വാശിയുടെയും തന്നെയാണോ, അതോ പഴയ പോലെ സ്നേഹം നടിച്ചാണോ നിൽക്കുന്നത് എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. എന്തായാലും കഥ മലയാളത്തിൽ വേറൊരു ഫ്ലോയിലാണ് പോകുന്നത്. പക്ഷേ സത്യഭാമയായിരുന്നു ഈ സീനുകളിലൊക്കെ സത്യങ്ങൾ അറിയേണ്ടത്, അതവിടെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി സത്യഭാമ അറിയാനായിട്ട് വരുന്ന ആ ഒരു സീൻ കാണിക്കുന്നത് ഈ സത്യഭാമയ്ക്ക് സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെടും, ഉപേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെടും, രോഹിത് മാത്രമാകും അവിടെ നിൽക്കുന്നത്. അപ്പോൾ സത്യഭാമയെ ശാരദാമ്മയുടെ വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത് ശാലിനി. അന്നേരം ഈ സത്യമാണെങ്കിൽ തൻ്റെ അച്ഛനെക്കുറിച്ച് പറയുന്നത് അച്ഛൻ്റെ മാലയൊക്കെ കാണിക്കും. അന്നേരം വിഷ്ണുവിൻ്റേതാണ് എന്നുള്ളത് അവിടെ സത്യഭാമ കാണുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊരു സീനുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു.